സൂര്യനാഥം ഭാഗം 9. ഭാരത പൗരനായി പറയുന്നത്: കുടുംബം കഴിഞ്ഞ് ഇവയെ തേടാവൂ. മാതാ, പിതാ, ഗുരു, ദൈവം. ഇത് ആരെയും അടിമയാക്കുവാൻ പറയുന്നതല്ല. ഭാഗം 9. സത്യം മനസ്സിലാക്കുവാൻ തേടുന്നവർക്ക്, മതം വിട്ടവർക്ക്, അല്ലാതെ ഉള്ളവർക്ക് മനസ്സിലാക്കുവാൻ. മനുഷ്യവർഗം എൻ്റെ വർഗമാണല്ലോ. അറിവ് ഉള്ളവർക്ക് ഇഷ്ടപ്പെടും. ഭാഗം 9 വരെ പറഞ്ഞതിൽ ഖാദിർ ഭാഷ, ഗുണകുടി മസ്താൻ സാഹിബ് തത്വം, ശരീരം, അഹക്കാഴ്ചയിൽ ആ വഴി തത്വത്തിൽ നാരായണ ഗുരുവും മുനി ആയത് ശരീര അവയവങ്ങളിൻ്റെ തത്വങ്ങൾ ചിലത് പറഞ്ഞത്. ഇവിടെയും അത് വരുന്നുണ്ട്. അഹമുഖ കാഴ്ച. അധ്യാപകന്മാർക്ക് പട്ടിക ഉണ്ട്. അത് മനസ്സിലാക്കി വിദ്യാർത്ഥികൾക്ക് പാഠം എടുക്കുന്നത്. ഓരോരോ മേഖലയിലും അത് ഉണ്ട്. ഇവിടെ ശിവപുരാണം, ഭജനം. അതിനെ വരികളാക്കി ചിട്ടയിൽ എഴുതുന്നത്. ഓരോരോ കുറിപ്പും എഴുതുന്നത് പ്രാണായാമത്തിൽ. അത് കാണണം. എത്ര ദിവസം ആയാലും അതിൻ്റെ അനുഭവത്തിൽ കൂടി അടുത്ത കുറിപ്പ് വചനം നോക്കി എഴുതണം. ശിവപുരാണം എന്നാൽ പുരാണം പൂരണമാക്കുന്നത്. പര, അത് പുരയാകുന്നത്. പ സ്വരത്തിൽ ഓ, ഊ ധ്വനിയും, രാ ശരീരതത്വം. ഇങ്ങനെ സ്വരധ്വനി അർത്ഥം മനസ്സിലാക്കുന്നത് തമിഴ് എഴുത്തിൽ കൂടി പറയണം. മലയാളം സ്വര എഴുത്ത്. സ്വരം സ്വരത്തിൽ കൂടി മനസ്സിലാക്കുന്നത് അക്ഷരത്തിൽ കൂടി കഴിയുകയില്ല. ഇപ്പോൾ പര, വായു, അഗ്നി പറഞ്ഞത്. അതിൻ്റെ തത്വങ്ങൾ ശരീരത്തിൽ അകഭൂത അക്ഷര പ്രവൃത്തിയിൽ, പൂരകശക്തിയിൽ തുടക്കം. 36 തത്വത്തിൻ്റെ മുടിവ് കാണുന്നവരെ വായു ഓട്ട ഞരമ്പുകളിൽ കാണുന്ന കാഴ്ചയുടെ വെളിച്ച തത്വം. കാഴ്ച എന്നാൽ അകക്കാഴ്ചയിൽ വെളിച്ചം കാണുന്നത്. അങ്ങനെ കാണുന്ന വെളിച്ചസത്തിനെ വശത്താക്കി ദിവ്യ ശരീരമാക്കുന്ന അരുൾ അക്ഷരപ്പൊരുൾ ശിവപുരാണം, ദൈവ അക്ഷരം. തുടക്കം. മുനിയായ അതീത ശരീരം നേടിയവർ സമാധിയാവുവാൻ തുടക്കം കുറിക്കുന്നത് മൂലത്തിൽ മുടിവ് ബോധാന്ത്യം വരെ നേടുവാൻ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ അനുഭവചിന്ത ഇവിടെ അതിശയം തോന്നിപ്പിക്കും. ആറാന്ത്യത്തിൽ വരുന്ന ബോധാന്ത്യം സിദ്ധന്മാരുടെ മുടിവ് കാണുന്നത്. അതിന് തുടക്കം. ഇവിടെ ശിവപുരാണം വചനമായി എഴുതിയത്. സാരമാ കഥാമൃതം മിനിയും ചൊല്ലിടുന്നേ, ഘോരമാ മങ്കാമയം നീങ്ങുവാൻ മഹാക്ഷതം. ഇതിൻ്റെ അർത്ഥം, മുനി ശരീരമായവർക്ക് അടുത്ത ശരീര നേട്ടം നേടുവാൻ ശരീരമായതിൽ 3 നിറമായതിൽ വെള്ളനിറം ഇന്ദ്രിയം. ആ വെള്ളനിറം ശരീരം മൊത്തം ആകുവാൻ ഒരു നിറ അമൃതാക്കുന്നത്. വചനത്തിന് വാക്കുകളാക്കുന്നത്. ഓരോരോ കുറിപ്പ് എഴുതുന്നത്. അതിൽ കാഴ്ച കാണുന്നത്. പഞ്ചേന്ദ്രിയ ഞരമ്പുകളിൽ ചൂട് എത്തിയാൽ ചലനം ഉണ്ടാക്കും മുഖശക്തികളിൽ. ഇതോ കാണുന്ന 5 ലൈറ്റ് നോക്കുക. ഇത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയ മുഖം. ആ മുഖത്തിൽ ഉള്ള തത്വം നമ്മളുടെ ഓരോരോ മുഖത്തിൽ ഉള്ളതും. ആ മുഖഭാവമാണ് നമ്മൾ ഇന്ന് കുടുംബ ജീവിതത്തിന് നടത്തുന്ന എല്ലാ പ്രവൃത്തിയും.
അതിന് ആ താഴെ ജനലിൻ്റെ അവിടെ ഒരു വെള്ള കാണുന്നുണ്ട്. അത് നിങ്ങളുടെ കുണ്ടലിനി എന്ന് ഓർക്കുക. കാമശരീരം കുണ്ടലിനി തുടിപ്പ് ഉണ്ടാക്കും. അത് മാറണം. അതിനാണ് മങ്കാമയം എന്ന് പറയുന്നത്. ഒൻപത് ഭാഗം വരെ പറഞ്ഞതിൽ 10 വാക്കിൽ കണ്ണും മണിയും പാവ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും. ഇതുവരെ 9 ഭാഗം പറഞ്ഞത് ശരീരാവയവങ്ങളെയും തത്വങ്ങളെയും. അത് മനസ്സിലാക്കിയാൽ ഇവിടെ അത് മനസ്സിലാകും. അത് പണം കിട്ടുകയില്ല. നിങ്ങൾ സാധാരണ കാണുന്ന കാഴ്ച പോലെ പുറമേ ഉള്ള വസ്തുക്കളെ പറയുന്നതല്ല. സ്ത്രീകളെയോ പുരുഷനെയോ നിങ്ങളുടെ കുടുംബക്കാരുടെയോ മതക്കാരുടെയോ ആരും അല്ല. ഇവിടെ ശരീരത്തിൽ എന്തൊക്കെ ശക്തി ആരിലിരുന്ന് ഉണ്ടാകുന്നു, അതേ ശക്തിയെ മാറ്റി ആ ശക്തിയോട് അലിയുന്ന തത്വം പറയുന്നത്. അതാണ് വചനമായി ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിന് തമിഴിൽ ഗുരുവംശം 3-ാം കുറിപ്പ് പറയുന്നത് അത് മനസ്സും ബുദ്ധിയും. സർക്കുരു മേന്മയ്ക്ക് സാക്ഷി അരുളും ഗുരുവേ, അന്ത അർബുദം ചൊല്ലിയുടെ അക്ഷരം ഇല്ലയേ ശിഷ്യ. ഇവിടെ മുനിശരീരമായവർക്ക് അക്ഷരപ്പഠിത്തം വേണ്ട, എഴുത്തും വേണ്ട. ഇവിടെ കാണുന്നതിന് എഴുതണം, വചനമായി ഉള്ളത്. അങ്ങനെ എഴുതിയതാണ് നാരായണ ഗുരുവിൻ്റെ ദാർശനിക കീർത്തനം. അത് അഷ്ടാംഗയോഗത്തിൽ കണ്ടത് ആത്മോപദേശ ശതകം. ഇപ്പോൾ അറിവിലിരുന്ന് ഗുരു തുടക്കം. ഇതുവരെ പറഞ്ഞത് മനസ്സിലാക്കി കാണും. എന്നാലും അറിവിലുമേറി അറിந்திടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്ത് ചൊലിക്കും. കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കി നെരുതെരെ വീണ് വണങ്ങി ഓതിയിടേണം. അപ്പോൾ അറിവിലുമേറി അറിந்திടുന്നവൻ മുനിശരീരം ആയത് ആശാൻ പണ്ഡിതനിലിരുന്ന്. അപ്പോൾ 3 അറിവ്. തന്നുരുവിലും മൊത്ത് പുറത്ത് ജ്വലിക്കും. സൂര്യൻ്റെ 3 നിറം എന്നിൽ ആവുവാനുള്ള പ്രവർത്തനം ആഹാരം. അത് അവൻ്റെ നിറം എന്നിൽ ഉണ്ട്, ആഹാരം കഴിക്കുന്നതിൽ കൂടി. അത് കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി. അവൻ പ്രകൃതിക്ക് നാഥൻ. അവൻ്റെ സത്ത എന്നിൽ പഞ്ചേന്ദ്രിയം. ഇതേ പഞ്ചേന്ദ്രിയ സത്തയെ വച്ച് അവൻ്റെ അരികിൽ എത്തണം. അതിന് നീ പാതി ഞാൻ പാതി ആവുവാൻ. കണ്ണിൻ്റെ കറുത്ത മണിയെ ഉണക്ക കുരുമുളക് പാട് ഉണ്ടാക്കുവാൻ 5 തരമായ പഞ്ചേന്ദ്രിയത്തിൻ്റെ ശക്തിയെ ഒരു മുഖമാക്കുവാൻ പ്രാണായാമശീലം തുടരെ മൂലത്തിൽ കാണുന്ന നിറം മങ്ങാതെ ഉള്ള ചൂട് നട്ടെല്ലിൽ കയറി നടുനെറ്റിയിൽ ഫലം ഉണ്ടാക്കുക. അതിന് 1-ാം കുറിപ്പ് പറയുന്നു.